ഭീകരശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ പോരാടുന്ന രീതിയാണ് ഇസ്രായേലിനുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ, കൂടപ്പിറപ്പായ ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സംയമനം പാലിക്കേണ്ടി വരും. എന്നാൽ ഈ വെടിനിർത്തൽ വെള്ളത്തിൽ വരച്ച ഒരു രേഖയായാണ് പശ്ചിമേഷ്യൻ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാനും ഇസ്രായേലിനും വെടിനിർത്താൻ താല്പര്യമില്ല. ഇറാൻ അവരുടെ കരുത്ത് തെളിയിച്ച് ഇസ്ലാമിക രാജ്യത്തെ സ്വാധീനം ഉറപ്പിക്കണം, ഇസ്രായേലിന് പ്രതികാരം ചെയ്യണം. ഇതിനിടയിൽ ട്രംപ് ചാടിയിറങ്ങിയത് നോബൽ സമ്മാനം എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്ന ലക്ഷ്യത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് പേരിൽ തനിക്ക് നോബൽ സമ്മാനം വേണമെന്ന് പരസ്യമായി പറയുകയും അതിനുവേണ്ടി പാക് സൈനിക തലവനെ കൊണ്ട് കത്തയപ്പിക്കുകയും ചെയ്ത ട്രംപ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരെ കൊണ്ട് നോബൽ സമാധാന സമ്മാനത്തിന് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ കേവല ലക്ഷ്യം നോബൽ സമ്മാനം മാത്രമാണ്, പ്രശ്ന പരിഹാരമല്ല. അതുകൊണ്ടാണ് പ്രായോഗികമല്ലാത്ത നിലപാടെടുക്കുന്നതും താനാണ് സമാധാനവാദി എന്ന് വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതും. ഇതിനിടയിൽ ട്രംപിന്റെ നാണക്കേട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനിൽ നടത്തിയ ആക്രമണം ഫലപ്രദമായിരുന്നില്ല, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചതല്ലാതെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഡിഫൻസ് ഇന്റലിജൻസ് റിപ്പോർട്ടുമായി CNN രംഗത്ത് വന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായ CNN ഡിഫൻസ് ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നും കൃത്യമായ രേഖ പരിശോധിച്ചിട്ട് ലീക്ക് ചെയ്ത റിപ്പോർട്ട് എന്ന നിലയിലാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. ഈ ഡിഫൻസ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കൻ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ ചില കേടുപാടുകൾ വരുത്താൻ കഴിഞ്ഞു. മാസങ്ങൾ അവരുടെ പ്രവർത്തനം പിന്നോട്ടടിച്ചു. കഴിഞ്ഞ കുറെ കാലമായി ഇറാൻ ആണവ പരീക്ഷണത്തിലാണ്. ആണവ പരീക്ഷണത്തിന്റെ ഇടയ്ക്കിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവാറുണ്ട്. ഇക്കുറിയും ഇസ്രായേൽ ആക്രമിച്ചു. അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശേഷിയും ഇസ്രായേലിന് ഇല്ലാത്തത് കൊണ്ടാണ് ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ച് ട്രംപ് യുദ്ധത്തിനിറങ്ങിയത്. പക്ഷേ ബങ്കർ ബസ്റ്ററുകൾ കൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CNN ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത്. ട്രംപും വൈറ്റ് ഹൌസും പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി. രാജ്യദ്രോഹികളാണ്, ട്രംപ് വിരുദ്ധരാണ് ഇതൊക്കെ പറയുന്നത്. 30,000 പൗണ്ട് തൂക്കമുള്ള ബങ്കർ ബസ്റ്ററുകൾ അവിടേക്ക് വീണാൽ എന്ത് സംഭവിക്കും എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം. ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു മാലിന്യ കൂമ്പാരം മാത്രമാണ്. ആ മാലിന്യ കൂമ്പാരം ഞങ്ങൾ ഇറാന്റെ കൊടുമുടിക്കുള്ളിൽ കുഴിച്ചുമൂടിയിരിക്കുന്നു എന്നാണ് ട്രംപും വൈറ്റ് ഹൌസും പറയുന്നത്. എന്നാൽ ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു രേഖയും ഇതുവരെ പുറത്തുവിടുന്നതിന് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 3 ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതിന്റെ കാഴ്ചകളാണ്. എന്നാൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു, അഗാധ ഗർത്തത്തിലേക്ക് കുഴിച്ചുമൂടി എന്നതിന് ഒരു തെളിവുമില്ല. അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇല്ല എന്നും ട്രംപ് പറഞ്ഞിട്ടില്ല. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വ്യാജമാണെന്നും ആ റിപ്പോർട്ട് അതീവ രഹസ്യ സ്വഭാവം ഉണ്ടായിട്ടും എങ്ങനെയാണ് CNN ചോർന്നത് എന്നും ചോദിച്ചുകൊണ്ട് ട്രംപ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള അമേരിക്കയുടെ യുദ്ധം വിജയിച്ചില്ല എന്ന് തന്നെയാണ്.